ഇവിടുത്തെ ബിരിയാണിനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും. ഒന്ന് വളരെ സിമ്പിളാണ്, പിന്നെ ഒന്ന് വളരെ ഹമ്പിളാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എവിടെയുള്ളതെന്നറിയോ? കോഴിക്കോട് കണ്ണൂർ റോഡിലാണുള്ളത്. അപ്പം നിങ്ങൾക്ക് തോന്നും കണ്ണൂർ റോഡിൽ എന്താ അവർക്ക് പരിപാടി, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതാണ്? അതായത് ഒരു ബിരിയാണി തിന്നാനായിട്ട് പൂതിയിട്ട് വന്നതാണ് ഞാനിവിടെ. വെറും 150 റുപ്പീസിന് വയറ് നിറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ കോഴിക്കോട് മക്കാനിയിലാണ് ഉള്ളത്. കോഴിക്കോട് ഏറ്റവും പഴക്കമുള്ള ഹോട്ടലുകളിൽ ഒന്നാണ് ഈ മക്കാനി ഹോട്ടൽ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. അച്ചാർ വന്നു, തൈര് വന്നു. ഏറ്റവും മെയിനായിട്ട് നമുക്ക് ബിരിയാണീൻ്റെ കൂടെ അച്ചാറും തൈരും അല്ലേ, സൂപ്പറായിരുന്നു, അടിപൊളി ടേസ്റ്റ്. നമുക്ക് ഈ തൈരിൻ്റെ കൂടെ കുറേ സാലഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇവിടുത്തെ ബിരിയാണിനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും. ഒന്ന് വളരെ സിമ്പിളാണ്, പിന്നെ ഒന്ന് വളരെ ഹമ്പിളാണ്. പണ്ടൊക്കെ അമ്മയുടെ കൂടെ കല്യാണത്തിന്, അതായത് ഞങ്ങളെ നാട്ടിൽ ഇത്താത്തമ്മയുടെ കല്യാണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനും കൂടെ പോകുമായിരുന്നു. കാരണം എന്താണെന്നറിയോ? ദമ്മിലിട്ട് ആ ബിരിയാണിയുടെ ഒരു സ്മെല്ല്, അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം ഉണ്ടല്ലോ, ഔ അടിപൊളി. അങ്ങനെ ബിരിയാണി വന്നു, പീസ് ഇട്ടു, മസാല പൊതിഞ്ഞിട്ടുള്ള പീസായിരുന്നു. അങ്ങനെ ഞാൻ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ ഈ റൈസ് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ അതെന്ത് സോഫ്റ്റാണെന്നറിയോ? അതിങ്ങനെ പതുപതാന്ന് കഴിക്കാൻ പറ്റും. ഇവിടെ ബിരിയാണി മാത്രമല്ല ഉള്ളത്, പൊറോട്ട, ബീഫ്, നല്ല നാടൻ ചോറ്, കറി എല്ലാം ഉണ്ട്. ഇവിടെ അധിക പേരും വർക്കേഴ്സാണ് വരുന്നത്. അതായത് ഇവിടെയുള്ള ചുറ്റുമുള്ള കുറേ കമ്പനിയിലെ സ്റ്റാഫുകൾ വന്നിട്ടാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവായതുകൊണ്ടും ടേസ്റ്റ് നല്ലോണം ഉള്ളത് കൊണ്ടും എല്ലാവരും ഇവിടെ നിന്നാണ് വന്ന് ഫുഡ് കഴിക്കുന്നത്. കേട്ടോ, ഇരിക്കുന്നതിന് തൊട്ട് അപ്പുറത്ത് കണ്ടു നിങ്ങൾ വാഴേണ്ടലൊക്കെ വെച്ചത്. ഇവിടെ എല്ലാവർക്കും ഇലയിലാണ് ചോറ് കൊടുക്കുന്നത്. എനിക്ക് ഇല വേണ്ട, പ്ലേറ്റ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്ലേറ്റിൽ കഴിക്കുന്നത്. വേണമെങ്കിൽ അവർ ബിരിയാണി ആയാലും റൈസ് ആയാലും നമുക്ക് ഇലയിൽ തരുന്നതായിരിക്കും. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ ഒരു പപ്പടം തന്നത്. അങ്ങനെ പപ്പടവും കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചു. ഞാൻ ഫുഡ് കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മുഴുവൻ എനിക്ക് വേണ്ട, ഞാൻ എല്ലാ ഫുഡ് കംപ്ലീറ്റ് കഴിക്കും. കണ്ടോ, എൻ്റെ ബിരിയാണി പ്ലേറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. രണ്ട് ചിക്കൻ പീസായിരുന്നു, അത് ഫുള്ളായിട്ട് നന്നായിട്ട് ഞാൻ കഴിച്ചു. പിന്നെ കൈ കഴുകി. ഇങ്ങനെ ഞാൻ വന്ന കാര്യം നല്ല അടിപൊളിയായിട്ട് ഫിനിഷായി. അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ, സീ യു.